അത് ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല അത്. നീ എന്തൂട്ടോ ഷവിയ പറയണേ? താൻ എന്റെ വണ്ട മോള് കാലത്ത് കയറിയല്ല ഷവി. നീ എന്തോട്ടാ ഉദ്ദേശിക്കണേ? അത് ചേട്ടാ ഞങ്ങളേ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കൂടിയിട്ട് മുന്നേ താമസിച്ച സ്ഥലല്ലേ അവിടെ. അവിടെ ആകുമ്പോ ഹിന്ദു മുസ്ലിം എല്ലാരും ഉണ്ടായിരുന്നേ. എന്തുട്ടങ്ങൾ എല്ലാരും കൂടി കൂട്ടും കൂടുന്നേ? എന്തുട്ടാടാ? ഒരു മിനിറ്റ്. നല്ല രസമായിരുന്നു ചേട്ടാ. കുറച്ച് കടം വന്നപ്പോഴേ അതങ്ങ് വിൽക്കേണ്ടി വന്നു. നീ എന്തൊട്ട് പോട്ടെണ്ടോ ഉദ്ദേശിക്കണേ? ചേട്ടാ നിങ്ങൾ കാണിച്ച സ്ഥലമൊക്കെ ഇഷ്ടായി, പക്ഷെ അവിടെ ആള് കുറവാ. അങ്ങനെയാണെങ്കിലേ നീ വണ്ടി കയറാ, നീ ഇവിടെ നിക്കട്ടാ, ഞാൻ കാണിച്ചു വരാട്ടാ. ഞാൻ എന്തിനാ അവിടെ നിക്കണേ? നമ്മുടെ ജോയിട്ടൻ വരുന്നുണ്ടല്ലോ. ഹായ് ജോയിട്ടാ. നമ്മ സണ്ണി വരണട്ടാ. ജോയിട്ടാ കൊറേ കാലല്ലേ കണ്ടിട്ട്. എവിടെ ആയിരുന്നേ? ഇവിടെ ഉണ്ട് ചേട്ടാ, ആകെ തിരക്കായിരുന്നു. നമ്മുടെ വീടിന്റെ കുറ്റിച്ചായിരുന്നേ. അതെപ്പോ? അതൊരാഴ്ചയായി. എന്താ ആകെ തടിച്ചു കൊടുത്ത ഇവിടെ നമ്മുടെ അപ്പച്ചന്റെ പ്രധാന കടിയേട്ടാ. ഇയാളാ? അപ്പച്ചനായിട്ട് കൊറേ വർഷത്തെ പരിചയ. എന്ത് വിശേഷങ്ങളൊക്കെ? കൊറേ കാലമായിട്ട് കണ്ടിട്ടാ. ജോലിയെല്ലാം ഉണ്ടപ്പോ? നിങ്ങൾ എന്തായി എന്ത് വഴി? അതൊന്നും പറയണ്ട, എനിക്ക് ജോയിട്ട ഒരു പ്ലോട്ട് കട്ടിത്തരാ പറഞ്ഞു. അത് നോക്കാച്ചു. ഈ ഗടി കുറെ നേരമായി വണ്ടി കയറിയിട്ടാ. സണ്ണി നിന്റെ സ്ഥലത്തിന്റെ കാര്യം എന്തായി? ഇത് ജോയിട്ടാ വിറ്റ പോത്ത സ്ഥലം നിങ്ങൾ എനിക്ക് തന്നെ. ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് 2 വർഷമായി. ഞാൻ എന്ത് ചെയ്യ സ്ഥലം? അത് വില കുറച്ചൊക്കെ തട്ടട സണ്ണി. അല്ല ജോയിട്ട സ്ഥലം കാണിച്ചാ? ഞാനാ മറന്നടാ. എടാ ഇതാണ് കേട്ടോ സ്ഥലം. എല്ലാ ജോയിട്ടാ ഇത് പൊതു ശ്മശാനല്ലേ? എടാ സണ്ണി, ഞാൻ ഇവന് ഒരുപാട് സ്ഥലം കാണിച്ചു കൊടുത്തടാ. ഇവനൊന്നും കണ്ടുപിടിക്കണില്ലടാ. ഇവനേ എല്ലാരും തിങ്ങി പാർക്കുന്ന സ്ഥലം വേണമെന്ന് പറയണേ. ഞാൻ നോക്കിട്ടേ ഇവന് ശവക്കോട്ടെ പറ്റൂ. അത് ശരിയാട്ടാ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഈ പൊതു ശ്മശാനം നല്ലത്. നല്ല എൻജോയിങ് ആവും. എനിക്കൊരു സന്തോഷായിക്കോട്ടെ.